ഒരു മണവാളനെ കിട്ടുന്നതോടുകൂടിയാണ് മണവാട്ടിക്ക് മണവാളന്റെ സ്വത്തും ബാന്ധവും ഒക്കെ കിട്ടുന്നു. അതേസമയം മണവാട്ടി പറയുകയാണ്, എനിക്ക് മണവാളന്റെ സ്വത്തും വീടും ഒക്കെ വേണം, മണവാളനെ വേണ്ട. അല്ല, മണവാളനെ സ്വന്തമാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. അതോടുകൂടി മറ്റുള്ളതെല്ലാം കിട്ടും. ഞാനൊരു വാക്യമെടുത്ത് അല്പസമയം വേഗത്തിൽ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരു കാര്യം, 23-ാം സങ്കീർത്തനത്തിൽ ഒരാട്ടിൻകുട്ടി നല്ല ഇടയന്റെ പുറകെ യാത്ര ചെയ്യുന്നു. ഇടയനാണ് മുമ്പിൽ, അതിൻ്റെ പിറകെ ആട് സഞ്ചരിക്കുക. ആ ഇടയനെ പിൻപറ്റുന്ന ആട് പറയുന്നത്, നന്മയും കരുണയും എന്നെ പിന്തുടരുമെന്ന്. ആടിന്റെ പിറകെ പോവുകയാണ് നന്മയും കരുണയും. ഇന്ന് അനേകം ആളുകൾ നന്മയുടെയും കരുണയുടെയും പുറകെ ഓടുകയാണ്. ഇടയൻ പുറകിൽ എവിടെയോ ഉണ്ട്. അങ്ങനെ വരരുത്. അതുകൊണ്ട് കർത്താവിനെ മുൻനിർത്തി ദൈവത്തെ ഞാൻ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നുവെന്ന് ഭാഗ്യവാനായ സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ ഓർഡർ തെറ്റാതെ, അതെ, ഓരോന്നിനും കൊടുക്കേണ്ട സ്ഥാനം മുറ തെറ്റാതെ കൊടുത്തുകൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിപ്പാനും നമുക്കെല്ലാവർക്കും ഇവിടെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ആമേൻ. ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ശുശ്രൂഷ കഴിഞ്ഞ് അത്യാവശ്യമായി ആർക്കു വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ അത് രോഗസൗഖ്യം മാത്രമല്ല, എന്തെങ്കിലും മാനസിക പീഡനങ്ങളോ വേദനകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ളവർ നിൽക്കണം. എന്നാൽ അതൊന്നും ഒരു ഫോർമാലിറ്റി ആയിട്ടോ ഒരു പതിവിൻപടിയായിട്ടോ കൊണ്ടുപോകുന്നതിൽ എനിക്ക് താല്പര്യമുള്ള ആളല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാം ലൈവ്ലി ആയിരിക്കണം, എല്ലാം ഒറിജിനൽ ആയിരിക്കണം. ആർട്ടിഫിഷ്യാലിറ്റി ദൈവം വെറുക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം കൈവശമുള്ളവര് ഞാൻ പറയുന്ന ഒരു ഭാഗം ശ്രദ്ധിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 17 മുതൽ ചുരുക്കം ചില വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. എല്ലാവരും ധ്യാനിച്ചുകൊണ്ട് കേട്ട് ആയിരിക്കും. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മകൻ എന്ന് പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു അവനെ ചുംബിച്ചു. മതി, ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഹൃദയങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തട്ടെ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾ ഈ സമയത്തിനു വേണ്ടിയും ഈ സന്ദർഭത്തിനു വേണ്ടിയും ഈ സ്ഥലത്തിനു വേണ്ടിയും എല്ലാം അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ നാഥ, ഇത് യാദൃശ്യമല്ലെന്ന് ഞങ്ങൾ അറിയുന്നു. നീ ഞങ്ങളെ വാസ്തവമായി കടാക്ഷിക്കണമേ. നിന്റെ സന്നിധിയിൽ പാപശാന്തി വേണ്ടിയവർക്ക് പാപശാന്തിയും, രോഗസൗഖ്യം വേണ്ടിയവർക്ക് രോഗസൗഖ്യവും, ഹൃദയസമാധാനം വേണ്ടിയവർക്ക് ഹൃദയസമാധാനവും, എന്താണോ ആവശ്യമുള്ളത് അത് ഈ സന്ധ്യയിൽ നിന്നിൽ നിന്ന് പ്രാപിപ്പാൻ നിന്റെ ജനത്തോട് നീ സഹതാപം കാണിക്കണമേ. അടിയൻ നിന്റെ വചനം അറിയിക്കുമ്പോൾ അടിയന്റെ ശക്തിയാൽ അല്ല, ആ വചനത്തിന്റെ ശക്തിയാൽ അത് സംഭവിക്കേണ്ടതൊക്കെ സംഭവിപ്പാൻ അവിടുത്തെ ആത്മാവ് വ്യാപരിക്കണമേ. കാനാവിലെ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ എത്ര നല്ല യേശു എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ പോയി എന്ന് ഞങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ നീ ഉയർന്നവനായി വലിയവനായി ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുവാൻ സംഗതിയാക്കണമെന്ന് തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. യേശു മൂലം പിതാവേ കേൾക്കണമേ. ആമേൻ. ഈ ലോകം കണ്ടിട്ടുള്ള ഗുരുക്കന്മാരിൽ
ഏറ്റവും വലിയ ഗുരുവായിരുന്നു കർത്താവ്. അനേക ഗുരുക്കന്മാരുള്ള ഒരു കാലഘട്ടത്തിലാണ് ചിലർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് നല്ല ഗുരു എന്ന് വിളിച്ചത്. ഞാനതിനെക്കുറിച്ച് പറയാറുണ്ട്. അഴുക്ക് ഗുരുക്കന്മാരും ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കും നല്ല ഗുരു എന്ന് വിളിച്ചത്. എന്താ ഗുരുക്കന്മാരെ അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ കാരണം? അവർ പറയുന്നത് നിത്യജീവൻ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ്. അപ്പൊ സാധാരണ ഗുരുക്കന്മാർ ജോഗ്രാഫി, ഹിസ്റ്ററിയും, മാത്തമാറ്റിക്സും ഫിലോസഫിയും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഈ ഗുരു നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്റെ വിദ്യയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഗുരുവിൽ നിന്ന് ഇത് പഠിക്കാനാണ് ഞാൻ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പ്രൊഫഷൻസ് എല്ലാം കർത്താവിലാണ് അതിന്റെ തികവായിട്ട് കാണുന്നത്. അതൊക്കെ പറയാൻ എനിക്കിപ്പോൾ സമയമില്ല. ഏറ്റവും നല്ല ഇവാഞ്ചലിസ്റ്റ് യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും നല്ല പ്രീസ്റ്റ് യേശുവാണ്. ഏറ്റവും നല്ല പ്രോഫറ്റ് യേശുവാണ്. അങ്ങനെ എന്തെല്ലാം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ അതിന്റെ എല്ലാം ബെസ്റ്റ് യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾക്കറിയാമോ ലോകത്തിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ചത് ആരാണെന്ന്? അപ്പോസ്തലന്മാരൊന്നുമല്ല, യോഹന്നാൻ സ്നാപകൻ പോലുമല്ല. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് മാനസാന്തരമാണ്. ആദ്യം സുവിശേഷം പ്രസംഗിച്ചത് യേശുവാണ്. സംശയമുള്ളവരെ വീട്ടിൽ ചെന്ന് വേദപുസ്തകം എടുത്ത് വായിച്ചു നോക്കണം. യോഹന്നാൻ തടവിലായാറേ യേശു ഗലീലയിൽ നിന്ന് പുറപ്പെട്ടു വന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നാദ്യം പ്രസംഗിച്ചത് കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകത്തിൽ അനേകരും വിശേഷമാണ് പ്രസംഗിക്കുന്നത്. ഈ യാത്രയിലൊക്കെ എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്, എന്തുണ്ട് വിശേഷം? അത് ആത്മീയർ ചോദിക്കുന്ന കൂടുതൽ സങ്കടം. അപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, ഒരു വിശേഷവുമില്ല. ഈ ലോകത്തിൽ എന്താ വിശേഷം? പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശേഷം പറയാനായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയുമല്ല. അതിനെ ന്യൂസ് പേപ്പർ വരുത്തി വായിച്ചാൽ മതി. ഞങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് വിശേഷം പറയാനല്ല, സുവിശേഷം പറയാൻ. പ്രൈസ് ദി ലോർഡ്. കൊച്ചു കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവരുടെ ചിന്തയ്ക്ക് വേണ്ടി പറയട്ടെ. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്ന് പറയുന്ന 4 ദിക്കുകളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കിയതാണ് ന്യൂസ്. 4 കോണുകളിൽ നിന്നും വരുന്ന ശബ്ദമാണ്. വർത്തമാനപത്രം വായിച്ച് ആശ്വാസം പ്രാപിച്ച ഒറ്റ വ്യക്തിയെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? എനിക്ക് ആളിനെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഇതല്ലോ അത് വായിച്ചിട്ട് മുഖം വാടുകയും ഹൃദയം തപിക്കുകയും ചെയ്യുകയല്ലാതെ ഒരു നന്മയും ഉണ്ടായിട്ടില്ല. എന്ന് തന്നെയല്ല, ബാക്ക് ടു വേഴ്സ്. ഇന്നലത്തേക്കാൾ മോശമാണ് ഇന്ന്, ഇന്നത്തേക്കാൾ മോശമാണ് നാളെ. അതാണ് ലോകത്തിന്റെ ഗതി. അതുകൊണ്ട് വിശേഷം പ്രസംഗിക്കാനോ കേൾക്കാനോ നമ്മൾ ആരും ഇവിടെ വന്നവരായിരിക്കരുത്. നമ്മൾ സുവിശേഷത്തിന് വേണ്ടി വന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പല ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഒരു ബൈബിൾ ടീച്ചറാണ്. എനിക്ക് ദൈവവചനം പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ചില ക്ലാസ്സുകളിലൊക്കെ ചിലരോട് ചോദിച്ചിട്ടുണ്ട് എത്ര സുവിശേഷമുണ്ടെന്ന്. അപ്പോൾ ചിലർ പറയും 4 സുവിശേഷം. 4 സുവിശേഷം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു സുവിശേഷമേ ഉള്ളൂ. അതാകുന്നു എൻ്റെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പിന്നെ ഈ 4 സുവിശേഷം കാണുന്നതോ അത് ഒരു വസ്തുത 4 പേർ റിപ്പോർട്ട് ചെയ്തതാണ്. ദൈവത്തിന് സ്തോത്രം. കെറൂബുകളുടെ 4 മുഖങ്ങൾ ഒരു ശിരസിൽ അല്ലെങ്കിൽ ഒരു കഴുത്തിൽ സ്ഥിതി ചെയ്യുന്നത് പോലെ സുവിശേഷത്തിന്റെ 4 മുഖങ്ങൾ 4 ദേവദാസന്മാരെ കുറിച്ചു വച്ചിരിക്കുകയാണ്. അതിന്റെ ആകത്തുക യേശുക്രിസ്തുവാണ്. മർക്കോസ് ആരംഭിക്കുന്നതിനെ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഈ സുവിശേഷത്തെക്കുറിച്ച് വളരെ സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ പറയാൻ എൻ്റെ ഉള്ളം ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ അനേകം തത്വജ്ഞാനങ്ങളും മതങ്ങളും ഒക്കെ ഉണ്ട്. ബൈ ദ വേ, നിങ്ങളുടെ അറിവിലൂടെ ഞാൻ പറയാം, മതങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ തത്വജ്ഞാനങ്ങളാണ്. മതങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യന്റെ അഭിപ്രായങ്ങളാണ്. അതാണ് പലരും ഇന്ന് വരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ അനേകം മതങ്ങളുണ്ടെങ്കിൽ ഒറ്റ സുവിശേഷമേ ഉള്ളൂ. ലോകത്തിൽ അനേകം തത്വജ്ഞാനികളും ഗുരുക്കന്മാരും ഉണ്ടെങ്കിലും ഒറ്റ രക്ഷകനേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സ്നേഹിതനായ ഒരു പാസ്റ്റർ, അദ്ദേഹം മൺമറഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾ അറിയും. അദ്ദേഹം തൻ്റെ ഒരു അനുഭവം ഒരിക്കൽ എന്നോട് പറഞ്ഞു. താൻ ചില സ്നേഹിതന്മാരുടെ കൂടെ ഇങ്ങനെ പരസ്യയോഗങ്ങൾ നടത്തി ഒരു സ്ഥലത്തേക്ക് പോയി. ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം പോയത്. ഒരു ക്ഷേത്രത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് സുവിശേഷ വാക്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ കുറെ ചെറുപ്പക്കാർ ഓടി വന്ന് അതിനെ തടഞ്ഞു. ഇവിടെ ഇത് പാടില്ലെന്ന് പറഞ്ഞു. ഉടനെ ഈ ദൈവദാസൻ അവരോട് പറഞ്ഞു, സ്നേഹിതന്മാരെ, ഞങ്ങൾ മറ്റൊന്നുമല്ല പറയുന്നത്, രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്, രക്ഷിക്കപ്പെടുന്ന കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞു. ഉടനെ ഈ ചെറുപ്പക്കാർ പറഞ്ഞു, രക്ഷയെക്കുറിച്ച് നിങ്ങളിവിടെ പറയണ്ട, ഞങ്ങളത് പറഞ്ഞോളാം. രക്ഷയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞോളാം, നിങ്ങൾ വേറെ പലയിടത്തും പോയി എന്ന് പറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ ഈ ദേവദാസൻ ചോദിച്ചു, അപ്പം നിങ്ങൾക്കുണ്ടോ രക്ഷ? ആ, ഉണ്ട്. എന്നാലൊരു കാര്യം ചെയ്യാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട കാര്യം ഒന്ന് ചുരുക്കി പറയാമോ? ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞു. ഉടനെ ആ ചെറുപ്പക്കാർ പറയാ, കുറച്ച് ദൂരോട്ട് മാറി എന്ന് പ്രസംഗിച്ചു, ഒന്നും ഇവിടെ കേൾക്കണ്ട. രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന ആളുകളോട് എന്നാ രക്ഷിക്കപ്പെട്ടതെന്ന് ചോദിച്ചപ്പം അവർക്ക് അങ്ങനെ ഒരു സംഭവം പറയാനില്ല. ലോകത്തിൽ ഒരു മതവിശ്വാസിയും രക്ഷ അവകാശപ്പെടുന്നില്ല. എന്റെ ആശയം, യേശുക്രിസ്തു മുഖാന്തരം മാത്രമേ രക്ഷയുള്ളൂ. യേശുക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരുത്തൻ മാത്രമേ രക്ഷിക്കപ്പെട്ടവനാണെന്ന് അവകാശപ്പെടുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെയും കുറെ ജ്ഞാനശകലങ്ങൾ അത് ഉരുവിടുമെന്നല്ലാതെ അവർക്ക് രക്ഷിക്കപ്പെട്ട ഒരു ചരിത്രം പറയാനില്ല. അതുകൊണ്ട് സുവിശേഷത്തിന്റെ രത്ന ചുരുക്കമെന്ന് പറയുന്നത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്, നഷ്ടപ്പെട്ടു പോയി തിരികെ കിട്ടി. അതാണ് സുവിശേഷത്തിന്റെ രത്ന ചുരുക്കം. മാത്യു ടു ജോൺ, മത്തായി മുതൽ യോഹന്നാൻ വരെയുള്ള 4 സുവിശേഷ പുസ്തകങ്ങൾ അത് കോൺസെൻട്രേറ്റ് ചെയ്താൽ, അത് കുറുക്കിപ്പറ്റിച്ചാൽ അതിന്റെ രത്ന ചുരുക്കം നഷ്ടപ്പെട്ടിരുന്നു, തിരികെ കിട്ടി എന്നാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് തനിക്ക് നേരിട്ട് പറയാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, താന് ജനത്തോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഉപമകൾ ഒരു പശ്ചാത്തലമാക്കിക്കൊണ്ട് താൻ സംസാരിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൂചിപ്പിക്കട്ടെ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ, അതെ, നമ്മൾ ഈ വായിച്ച ഈ വേദഭാഗത്ത് 3 ഉപമകൾ കാണുന്നു. ഞാൻ ആ ഉപമകളെ ഒന്ന് അതിന്റെ ഓർഡറിൽ ഇടാൻ ശ്രമിക്കുകയാണെങ്കിൽ, അത് ഒന്നാമത് ഒരു ലോസ്റ്റ് കോയിൻ, ഒരു ലോസ്റ്റ് ഷീപ്പ്, ഒരു ലോസ്റ്റ് സൺ. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്ക് എന്താ ഉപമകളെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഫ്രം ദ നോൺ ടു ദി അൺനോൺ and from the general to the particular, that is a parable. ഉപമയെന്ന് പറഞ്ഞാൽ അറിയാവുന്നതിനെ ഉപകരണമാക്കിക്കൊണ്ട് അറിഞ്ഞിട്ടില്ലാത്തതിലേക്കും, സാധാരണമായ ഒന്നിനെ ഉപകരണമാക്കിക്കൊണ്ട് പ്രത്യേകമായ ഒന്നിലേക്കും നമ്മളെ നയിക്കുന്നതാണ് ഉപമയെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണമായിട്ട് കർത്താവ് ഒരു ദ്രഹ്മപ്പണത്തെക്കുറിച്ച് പറഞ്ഞു, ഒരു കോയിൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നാണയത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആരും ഇവിടെയില്ല. അതുപോലെ തന്നെ ഒരാടിനെ കുറിച്ച് പറയുമ്പോൾ ഒരാടിനെ കാണുകയോ അതിനെ മനസ്സിലാക്കുകയോ ചെയ്യാത്ത ഒറ്റ വ്യക്തി പോലും നമ്മുടെ ഇടയില്ല. 2 ഉപമകളാണ്. 3-ാമത്തെ ഉപമ ഒരു സൺ, ഒരു മകനെ കുറിച്ചാണ്. അതറിഞ്ഞുകൂടാത്ത ഒരൊറ്റ വ്യക്തി പോലും ഇവിടെയില്ല. എന്നാൽ ഇതൊക്കെ ഞാനും നിങ്ങളും ധാരാളം വായിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഇതിന്റെ അന്തസാരം മനസ്സിലാക്കാത്ത ബഹുജനം ക്രിസ്തീയ കോളത്തിലുണ്ട്. വേർപെട്ട ദൈവങ്ങൾക്കിടയിലുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടരുത്.
ദൈവത്തിന് സ്തോത്രം. കാരണം കുറെ വർഷങ്ങളായിട്ട് ഞാനും ഇതിനിടയിൽ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അരുൾ ചെയ്ത ഈ 3 ഉപമകളെക്കുറിച്ച് സമയപരിമിതിക്കുള്ളിൽ ഒന്ന് പറഞ്ഞ് ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമുക്ക് പിന്നീട് അവസരങ്ങൾ നൽകുമല്ലോ. ഒരു സ്ത്രീക്ക് ദ്രഹ്മപ്പണമുണ്ടായിരുന്നു. ഒരു കോയിൻ അല്ലെങ്കിൽ ഒരു നാണയമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാൽ മതി. അത് കൈമോശം വന്നു. ആ സ്ത്രീ അത് അന്വേഷിക്കാനായിട്ട് വിളക്ക് കത്തിച്ചു, അടിച്ചു വാരി എന്നൊക്കെ വായിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു ദേവദാസൻ പ്രസംഗത്തിൽ പറഞ്ഞു, വിളക്ക് കത്തിച്ച് ഇത് അന്വേഷിക്കണമെങ്കിൽ ഇരുട്ടിലായിരിക്കണം ഇത് പോയത്. അന്ധകാരത്തിന്റെ മറവിലാണ് ഈ നഷ്ടം സംഭവിച്ചത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കാൾ കൂടുതലായിട്ട് അറിയാം, ഒരു നാണയത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അത് കറൻസി ആയിരിക്കുമ്പോൾ മാത്രമാണ് അതിന് വിലയുള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 100 രൂപ നോട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വാല്യൂ ഉള്ള ഏതെങ്കിലും ഒരു നാണയം അത് നമ്മൾ കാണാതെ എവിടെയെങ്കിലും നഷ്ടപ്പെട്ട് കിടക്കുകയാണെന്നിരിക്കട്ടെ, ഇറ്റ്സ് നോട്ട് ഇൻ ദ കറൻസി. അപ്പോൾ അത് കറൻസി അല്ല, അത് ഉപയോഗത്തിലല്ല. അപ്പൊ അതിൽ വെച്ചിരിക്കുന്ന വില കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ മാത്രമേ അതിന് വിലയുള്ളൂ. അതാണ് നാണയത്തിന്റെ മർമ്മം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ആത്മീയാർത്ഥം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദ്രഹ്മ എന്ന് പറയുന്നത് ഒരു ജീവിയല്ല. പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് എ മെറ്റീരിയൽ തിങ്. അതൊരു പദാർത്ഥ വസ്തുവാണ്. നമ്മുടെ കർത്താവ് വെറുതെ അങ്ങ് പറഞ്ഞതാണോ, തമാശയിൽ പറഞ്ഞതാണോ? അല്ല. താൻ ഒരിക്കലും അങ്ങനെ ഫലിതം പറയുന്നവനല്ല. ഈ ബ്രഹ്മ നഷ്ടപ്പെട്ടത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും എനിക്കതിന്റെ അർത്ഥം മനസ്സിലായത് ഒരു ദിവസം ദൈവം എൻ്റെ ഹൃദയത്തിൽ അത് പ്രകാശിപ്പിച്ചു തന്നപ്പോഴാണ്. ഇറ്റ് ഷോസ് ദ മറ്റീരിയൽ ലോസ്. അത് ഈ പ്രപഞ്ചത്തിന്റെ പദാർത്ഥമയമായ ഈ പ്രപഞ്ചത്തിന്റെ നഷ്ടത്തെ കാണിക്കുന്ന ഒരു ഉപമയാണ്. രണ്ടാമത്തേത് എന്താണ്? ഒരു നാണയത്തെക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്, കുറെ കൂടെ ഉയർന്നതാണെന്ന് പറയാം. അതൊരു ജീവനാണ്, ഒരു ജീവിയാണ്. ഒരിടേന് 100 ആടുകളുണ്ടായി, അതിലൊരാട് നഷ്ടപ്പെട്ടു. അത് ദ്രഹ്മപ്പണത്തിന് മുകളിലും മൂന്നാമത്തെ ഉപമയായിരിക്കുന്ന പുത്രന് താഴെയും നിൽക്കുന്നതായ ഒരു നഷ്ടമാണ്. സബ്ഹ്യൂമനാണ്, മനുഷ്യന് താഴെയാണ്, എന്നാൽ പദാർത്ഥ ലോകത്തിന് മുകളിലാണ്. എന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നോഹ തന്റെ മക്കളോടും കുടുംബത്തോടും കൂടെ പെട്ടകത്തിൽ കയറിയപ്പോൾ ചില ജന്തുക്കളെ കൂടെ തന്നോടുകൂടെ താൻ പ്രവേശിപ്പിച്ചതായി നമ്മൾ വായിക്കുന്നു. എന്നാൽ മനുഷ്യവ്യക്തികൾക്കൊപ്പം പ്രാധാന്യം അവയ്ക്കില്ല. ദേ ആർ സബ്ഹ്യൂമൻ. പരിണാമവാദികളും അതുപോലെ തന്നെ തത്വജ്ഞാനികളുമൊക്കെ ജന്തുക്കളെക്കുറിച്ച് ചിന്തിക്കുന്ന ആശയങ്ങളൊക്കെ എനിക്കറിയാം. അതൊന്നും ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മൂന്നാമത്തെ ഉപമയാണ് ഏറ്റവും ഹൃദയസ്പർശകമായിട്ടുള്ളത്. അതാണ് ഏറ്റവും അടിവരയിട്ട് സംസാരിക്കേണ്ട ഉപമ. ഒരപ്പന് 2 പുത്രന്മാർ ഉണ്ടായി. പ്രൈസല്ലോ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ പ്രാധാന്യം കൂടുതലുള്ളതിലേക്ക് വരുംതോറും അതിന്റെ നമ്പർ കുറയുക. അതെന്തൊരു വിസ്മയാണെന്ന് എനിക്കറിയില്ല. ആടിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം 100, ബ്രഹ്മപ്പണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ 10, പിന്നെ പുത്രന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ 2. അത് ഈ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ചുള്ള 2 അല്ല കേട്ടോ. 2 മക്കളെന്നുള്ള അതല്ലിത്. ദിസ് ഈസ് തിയോളജിക്കൽ ടു. ഇത് ദൈവിക മർമ്മങ്ങൾ അനുസരിച്ചുള്ള 2 എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് തുറന്ന് പറയാം, മനുഷ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ മുൻപിൽ 2 പുത്രന്മാർ മാത്രമേ ഉള്ളൂ.
ഒന്നല്ല, മൂന്നില്ല, 2 പുത്രന്മാരും. അത് ആ ഉപമ അവസാനിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ദൈവത്തിന്റെ സന്നിധിയിൽ 2 മാത്രമേ ഉള്ളൂ. മനുഷ്യവർഗം 2 ചേരിയിൽ അവസാനിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് അതിവേഗം ആ ഭാഗത്തേക്കൊന്ന് വരാം. ആദമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചു, തോട്ടത്തിലാക്കി. വേദപുസ്തകം ഒരുവിധമെങ്കിലും ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് അറിയാൻ സാധിക്കും, മനുഷ്യനായിരുന്നു ദൈവത്തിന്റെ പ്രമോദം. കന്നുകാലിയായിരുന്നില്ല, വൃക്ഷലതാദികളായിരുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ കന്നുകാലികളില്ലേ? മുറ്റത്ത് ചെടികളില്ലേ? നിങ്ങളുടെ വീട്ടിൽ ഒത്തിരി തിങ്സ്, സാധനങ്ങളില്ലേ? ഭക്ഷണപദാർത്ഥങ്ങളും വസ്ത്രങ്ങളും ഇല്ലേ? എന്നാൽ അതൊക്കെയാണോ നിങ്ങളുടെ പ്രമോദം? നിങ്ങളുടെ പ്രമോദം എന്ന് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ലേ? ഇത് മനസ്സിലായ ഒരു കൈകൾ ഉയർത്തി ദൈവത്തെ അനുസരിച്ചാട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിതെല്ലാം തേടുന്നത്, അല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ ഒത്തിരി വിചാരങ്ങളും വികാരങ്ങളും എൻ്റെ മനസ്സിലും വരുന്നുണ്ട്. മൈലുകൾക്കപ്പുറത്ത് നിന്ന് കഷ്ടം സഹിച്ച് ഇവിടെ വന്ന് ഈ കഷ്ടം സഹിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ തെങ്ങ് വളർത്താനല്ല, നിങ്ങളുടെ വീട്ടിലെ ആടിനെ പോറ്റാൻ വേണ്ടിയല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്താണ്. ഇത് തന്നെയാണ് ദൈവത്തിൻ്റെയും പരിപാടി. ഗോഡ് ബീങ് ദ റിയൽ ഫാദർ, ശരിയായ പിതാവെന്നുള്ള നിലയിൽ അവന്റെ സന്തോഷം, അവന്റെ പ്രമോദം എന്ന് പറയുന്നത് മനുഷ്യപുത്രന്മാരാണ്. ആദമിനെയും ഹവ്വയെയും വളരെ പ്രതീക്ഷയോടുകൂടി ദൈവം തോട്ടത്തിലാക്കി. അവർക്ക് വേണ്ടിയാണ് മറ്റുള്ളതെല്ലാം സൃഷ്ടിച്ചത്. അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും ഏദൻ പർദീസയും അതിന്റെ പശ്ചാത്തലങ്ങളും എല്ലാം ദൈവം മനുഷ്യർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അപ്പൊ മനുഷ്യനാണ് ദൈവത്തിന്റെ ടാർഗറ്റ്. ദൈവത്തിന്റെ പ്രതീക്ഷയും ദൈവത്തിന്റെ വിഷയവും മനുഷ്യനാണ്. ഞാനും നിങ്ങളും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ തന്നെ ദൈവം നമ്മളെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനിയും വേറൊരു സംഗതി, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചിട്ടില്ലേ? സൃഷ്ടികളെല്ലാം ദൈവം ഉണ്ടാക്കിയത് അറ്റ് ഹിസ് കമാൻഡ്, അവന്റെ ആജ്ഞയാലാണ്. ഉണ്ടാകട്ടെ എന്നുള്ള ആധികാരികമായ പ്രഖ്യാപനത്തിന്റെ മുമ്പിലാണ് സൃഷ്ടികളെല്ലാം ഉണ്ടായത്. എന്നാൽ ഉണ്ടാകട്ടെ എന്നും പറഞ്ഞല്ല നമ്മുടെ വല്യപ്പച്ചനെ സൃഷ്ടിച്ചത്. നമ്മുടെ വല്യപ്പച്ചനെയും വല്യമ്മച്ചയെയും സൃഷ്ടിച്ചത് തന്റെ സ്വന്തം കരം കൊണ്ട് അവന്റെ ആകൃതിയിൽ ഉണ്ടാക്കിയിട്ട് അവന്റെ ജീവശ്വാസം നമ്മിലേക്ക് ഊതി. ക്രൈസ്തലോ, നമുക്കാണ് ദൈവത്തോട് കാര്യമുള്ളത്. ഹല്ലേലൂയ. ഒരു യുക്തിവാദി ഇവിടെ പരാജയപ്പെടുകയാണ്, ഒരു പരിണാമവാദി ഇവിടെ തോൽക്കുകയാണ്. എന്നാൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് എത്ര സത്യമാണ്. മനുഷ്യനാണ് ഏറ്റവും വലിയ സൃഷ്ടി. ഞാൻ ഹിന്ദു ഫിലോസഫിയും കുറച്ച് പഠിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. ഹിന്ദു ഫിലോസഫി അനുസരിച്ച് അവർ ക്ലെയിം ചെയ്യുന്നത്, ഒരു മനുഷ്യൻ സായുജ്യം പ്രാപിക്കണമെങ്കിൽ ഒരു മൃഗമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പറ്റില്ല, ഒരു വൃക്ഷത്തിനോ ഒരു പക്ഷിക്കോ സായുജ്യമല്ല, മനുഷ്യന്റെ ലെവലിൽ വന്നിട്ട് മാത്രമേ ദൈവത്തെ പ്രാപിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഫിലോസഫിയും പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാൻ ഈസ് ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ. സൃഷ്ടിയുടെ മകുടമാണ്, കിരീടമാണ് മനുഷ്യൻ. ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കൊച്ചിലെ ഓർത്തഡോക്സ് സഭയിൽ ഇങ്ങനെ സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറ് വളരെ വാചാലമായി പഠിപ്പിച്ചു. മനുഷ്യന്റെ അടുക്കൽ കൂടെ മൃഗങ്ങളെല്ലാം ഇങ്ങനെ കടന്നുപോയി. ഒരു പേര് കിട്ടാനായിട്ട് സിംഹവും കടുവായും ആനയും പുലിയും എല്ലാം മനുഷ്യന്റെ മുമ്പിൽ കൂടെ ഭവ്യതയോടെ ഇങ്ങനെ കടന്നുപോയെന്നൊക്കെ സാറ് പഠിപ്പിച്ചപ്പോൾ ഞാനൊരു കൊച്ചുകുട്ടിയായിട്ട് അവിടെ ഇരുന്ന് കേൾക്കുകയാണ്. ഞാൻ നേരെ എൻ്റെ കൊച്ചു മനസ്സിൽ പറഞ്ഞു, ചുമ്മാ പറയായി സാർ, സിംഹവും കടുവായും ഒക്കെ ഭവ്യതയോടുകൂടി മനുഷ്യന്റെ മുമ്പിൽ കൂടെ കടന്നുപോയെന്ന്. നടപ്പില്ലാത്ത കാര്യം. ഒരു പട്ടിയാണേലും കുരച്ചോണ്ടാണ് വരുന്നത്. അന്നേരം പറയാ ഇങ്ങനെ പോയെന്ന്. പിന്നെ ഞാൻ 8-ാം സങ്കീർത്തനവും എല്ലാം കൂടെ ചേർത്ത് ഈ അടുത്ത കാലത്ത് പരിശോധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്,
ഒരു കാലത്ത് മനുഷ്യന്റെ തലയിൽ കിരീടമുണ്ടായിരുന്നു. തേജസ്സിന്റെ കിരീടം അവന്റെ തലയിലുണ്ടായിരുന്നു. ആ തേജസ് ഉണ്ടായിരുന്ന സമയത്തുണ്ടല്ലോ, ജീവികളെല്ലാം മനുഷ്യനെ അന്വേഷിച്ച് വരികയും മനുഷ്യന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ തേജസ് പോയ വിവരം എങ്ങനെയോ ഈ ജന്തുക്കൾ അറിഞ്ഞു. പെൻഷൻ പറ്റിയ പോലീസുകാരൻ കള്ളനെ അറസ്റ്റ് ചെയ്യാൻ ചെന്നെന്ന് പറഞ്ഞ പോലെ, പ്രൈസ് ദി ലോർഡ്, ഈ തേജസ് പോയവനെ കണ്ടപ്പോഴേ വട്ടി കുറയ്ക്കാൻ തുടങ്ങി, ആന കുത്താൻ തുടങ്ങി. അങ്ങനെ ഉള്ള ഗതികേടില്ല ഇപ്പൊ ഞാനും നിങ്ങൾ വന്ന് പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന് ദൈവം നൽകിയ ആ തേജസ് അവൻ നഷ്ടമാക്കിയതിനെ തിരികെ കൊടുക്കുവാനാണ് സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത്. നമുക്ക് എല്ലാവർക്കും വീണ്ടും ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. അതെ, നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് നമുക്ക് അതിവേഗം മടങ്ങി വരാം. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായി. അതിലൊരു മകന് ഒരു ദുർഗതി ഉണ്ടായി. ഞാൻ വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടെ ഒന്ന് ക്ഷണിക്കുകയാണ്. ഏദൻ തോട്ടം പാരഡൈസ്, പർദീസയായിരുന്നു. എന്നാൽ അവിടെ അരുതാത്തതൊക്കെ സംഭവിച്ചു. മനുഷ്യനെ, അവന്റെ ഭാര്യയെ വഞ്ചിച്ച സർപ്പത്തെ, അല്ലെ സാത്താനെ, ഇവരെല്ലാവരും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ദൈവം സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കണം. അതില് ദൈവത്തിന് സ്തോത്രം. മുമ്പേ കർത്താവിന്റെ ദാസൻ സൂചിപ്പിച്ചതുപോലെ ആദമനെയും ഹവ്വയെയും വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ, ഞാൻ ഈ തോട്ടത്തിൽ നിങ്ങളെ കൽപ്പിച്ചാക്കി, നിങ്ങൾക്കെല്ലാ സ്വാതന്ത്ര്യങ്ങളും ഞാൻ നൽകി, ഒന്ന് മാത്രമേ ഞാൻ നിങ്ങൾക്ക് വിലക്കിയിരുന്നുള്ളൂ. ആ വിലക്കിയത് നിങ്ങൾ മറികടന്നു. ആ വിഷയം പറഞ്ഞാണ് ദൈവം അവരെ ശപിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോടൊരു കാര്യം തിട്ടമായിട്ട് പറയട്ടെ. എനിക്കും നിങ്ങൾക്കും ദൈവ മുമ്പിലുള്ള ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത്, ബന്ധമെന്ന് പറയുന്നത് ദൈവ കൽപ്പന നിമിത്തമുള്ള ബന്ധമാണ്. കൽപ്പനയുടെ വെളിച്ചത്തിലാണ് ദൈവം എന്നോടും നിങ്ങളോടും എന്നും ഇടപെടുന്നത്. കൽപ്പന പാലിക്കുന്നെങ്കിൽ നമുക്ക് ഭാഗ്യം, കൽപ്പന ലംഘിക്കുന്നെങ്കിൽ അയ്യോ കഷ്ടം. എന്നാൽ സർപ്പത്തോട് പറഞ്ഞത് നീ ഇത് ചെയ്തത് കൊണ്ട് എന്നാണ്. എന്തിന് ഞാൻ ആ ഭാഗം വിടുന്നു? ഒരിക്കൽ പർദീസയായിരുന്നത്, മനോഹരമായിരുന്നത്, പാപത്തിന്റെ ഫലമായി ശാപഗ്രസ്തമായിരുന്നു. നിന്റെ പാപനിമിത്തം അല്ലെങ്കിൽ നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ആദമിനോട് ദൈവം സംസാരിച്ചത്. ഭൂമി ശപിക്കപ്പെട്ടതായതിന്റെ കെടുതി നീ അനുഭവിക്കുന്നതെന്നല്ല പറഞ്ഞത്, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ മൂകപ്രകൃതി ഇങ്ങനെ ആയിത്തീർന്നതിന്റെ ഉത്തരവാദി മനുഷ്യനാണ്. മനുഷ്യൻ ദൈവത്തെ വിട്ടതിന്റെ ഫലമായിട്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ ഡിജനറേറ്റ് ആയത്, അധപ്പതിച്ചത്. അതുകൊണ്ട് ഞാൻ യോഗങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, മനുഷ്യൻ ദൈവത്തോട് സംയോജിച്ച് ഈ ശാപം മാറ്റിയെടുക്കാതെ ഈ ഭൂമിക്ക് എത്ര കൊമ്പോസ്റ്റോളം ചേർത്താലും ഇത് ശരിയാകില്ല. പ്രൈസലോ, ദൈവ ശാപം മാറ്റിയെടുക്കണം. ദൈവത്തിന് സ്തോത്രം. അതിന്റെ വിധിപ്രകാരം നീങ്ങുവാൻ എനിക്ക് നിങ്ങൾക്ക് ഇവിടെ ആയിത്തീരണം. അപ്പോൾ മനുഷ്യൻ പാപം ചെയ്തതിന്റെ ഫലമായി ജന്തുക്കളും മനുഷ്യനും തമ്മിൽ വിഘടിച്ചു, ജീവികൾ തമ്മിൽ വിഘടിച്ചു. ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഫലം നൽകാതെയായി. കാലാവസ്ഥയ്ക്കും മറ്റും ദൈവം വെച്ചിരുന്നതായിട്ടുള്ള ക്രമങ്ങൾ മാറി ക്രമക്കേടുകളായി. ഇന്ന് നമ്മൾ കാണുന്ന ഈ കയോസ് അല്ലെങ്കിൽ ഈ കൊടാമറിച്ചിൽ, ഈ തകർന്ന അവസ്ഥ എന്ന് പറയുന്നത് പാപത്തിന്റെ പരിണത ഫലമാണ്. പാപമോ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വിഘടിച്ചു പോയതുമാണ്. അതുകൊണ്ട് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. പൈസലോ, ഇതാണ് സുവിശേഷത്തിന്റെ രത്നച്ചുരുക്കം. ഇനിയും മുടിയനായ പുത്രന്റെ ആ കഥയിലേക്ക് നമുക്കൊന്ന് വരാം. ഞാൻ അത് ഊന്നി പറയാൻ കാരണം, ബ്രഹ്മപ്പണത്തിന്റെ കാര്യം ഉണ്ട്,
ആട് ഇടയനെ വിട്ടുപോയ കഥയൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് മകൻ അപ്പന്റെ വീട്ടിൽ നിന്ന് പോയതാണ്. അതോടുകൂടിയാണ് മറ്റുള്ള കെടുതികളൊക്കെ സംഭവിച്ചത്. ഇതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് ആണ് മറ്റുള്ളതെല്ലാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഇന്നത്തെ ജന്തുലോകം നഷ്ടപ്പെട്ടതും ഇന്നത്തെ ഭൗതിക ലോകം നഷ്ടപ്പെട്ടതുമെല്ലാം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ടാണ്. ഈ മെറ്റീരിയൽ വേൾഡിനെ നന്നാക്കിയിട്ട്, ഈ ബീസ്റ്റ്ലി വേൾഡിനെ നന്നാക്കിയിട്ട് ഒടുവിൽ മനുഷ്യനെ നന്നാക്കി എടുക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നടക്കില്ല. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരാളൊരു ഫലിതമുള്ള ഒരു കഥ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഫലിത കഥകളൊക്കെ സ്നേഹിക്കാൻ അത്ര ഇഷ്ടമില്ലെങ്കിലും ഒരു കഥ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഇതാണ്. നല്ലൊരു ആശയമുള്ള കഥ അദ്ദേഹം പറഞ്ഞു. ഈ കുറച്ച് ആളുകൾ ഒരു ദിവസം രാവിലെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ അയാൾ പറഞ്ഞ കഥ ഇതാ. ഒരു കുറ്റിച്ചോട്ടില് ഒരു കാട്ടുപന്നി ഇങ്ങനെ മയങ്ങിക്കിടക്കുന്നു, ഉറങ്ങുക ഒരു കാട്ടുപന്നി. അപ്പൊ കാട്ടുപന്നിയെ കണ്ടപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. എനിക്കതിൻ്റെ ഇന്ന ഭാഗം വേണം, എനിക്കതിൻ്റെ ഇന്ന ഭാഗം വേണമെന്ന് പറഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ ക്ലെയിം ചെയ്തു. ഉടനെ അതില് ഒരാള്, ഇവരുടെ കയ്യിൽ ചില പണിയായുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മട്ടവും മുഴക്കോലും ഒക്കെ ഉണ്ടായിരുന്നു, ഉളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു കൂടുതൽ അറിവുള്ള ഒരാൾ പറഞ്ഞു, അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട, ഈ ഓരോരുത്തർക്കും ഏത് ഭാഗം വേണമെന്നുള്ളത് നേരത്തെ പറയണം. പറഞ്ഞിട്ട് അവരെ കൊണ്ട് അത് സമ്മതിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ഉറങ്ങിക്കിടന്ന ഈ പന്നിയുടെ മുകളിലോട്ട് മുഴക്കോൽ വെച്ച് തുളി കൊണ്ട് വരച്ചു. കാരണം ഓരോരുത്തർക്കും ഉള്ള ഭാഗം നേരത്തെ അങ്ങ് ശരിയാക്കിയാൽ പിന്നെ വഴക്കു കൂടാതെ കാര്യങ്ങൾ തീരുമല്ലോ. പന്നി ഒരൊറ്റ ചാട്ടവും ഒരൊറ്റ ഓട്ടവും കൂടായിരുന്നു. ആ കഥയുടെ അർത്ഥം വല്ലതും നിങ്ങൾക്ക് മനസ്സിലായോ? പന്നിയെ കൊന്നേ ചെയ്യേണ്ട കാര്യമാണ്, നേരത്തെ വരച്ചേ ചവിടി കൊല്ലാൻ പോകും. അനേകർക്ക് പറ്റുന്ന കുഴപ്പം ഇതാണ്. എന്തുകൊണ്ട് എന്തുണ്ടായി എന്ന് മനസ്സിലാക്കാതെ, കാര്യകാരണമെന്തോ മനസ്സിലാക്കാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. ഒരു പ്രയോജനവും. അതുകൊണ്ട് നമുക്ക് എവിടെ മുടങ്ങിയോ അവിടേക്ക് മടങ്ങി വരാം, എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നമുക്ക് തിരിച്ചു ചെല്ലാം. ബ്രഹ്മപ്പണമല്ല ആദ്യം നഷ്ടപ്പെട്ടത്, ആടല്ല ആദ്യം വിട്ടുപോയത്, ആദ്യം നഷ്ടമായത് മകനാണ്. ദൈവത്തിന്റെ പ്രമോദമായ മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് പോയതാണ് ആദ്യത്തെ നഷ്ടം. അതാണ് റൂട്ട് കോസ്. എന്നു തീരും എന്റെ കഷ്ടം എന്നീ മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്നു എന്റെ ആമേൻ. ഓ അന്നു തന്റെ ശുദ്ധരോത്തു പാടിയാർക്കുമേ. ആമേൻ. എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളന, ഓം യേശുവോടു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ മുടിയമ്പുത്രന്റെ കഥയെക്കുറിച്ച് ഒരല്പസമയം ഒന്ന് ചിന്തിക്കാം. ഞാൻ ഈ കഥ പ്രസംഗിക്കുമ്പോഴെല്ലാം ഞാൻ ഓഡിയൻസിനോട് പറഞ്ഞിട്ടുണ്ട്, മുടിയമ്പുത്രന്റെ കഥയിലെ ആ പിതാവിനെ പോലൊരു പിതാവിനെ ഞാൻ ഈ ലോകത്തിലെങ്ങും കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഒരിക്കല് ഒരു കൺവെൻഷനിൽ ഈ വിഷയം മുടിയമ്പുത്രന്റെ കഥ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്, മുടിയമ്പുത്രന്റെ വീട്ടിൽ അമ്മയെ കാണുന്നില്ലല്ലോ. നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഈ മോന് തിരിച്ചു ചെല്ലുന്ന സമയത്ത് ഒരു അമ്മയാ അലച്ചു വിളിച്ച് ഓടി വരേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു അമ്മയെ ആ കഥയിൽ നമ്മൾ കാണുന്നില്ല. അപ്പൊ ഈ വിഷയം ഞാൻ അവിടെ സൂചിപ്പിച്ചപ്പോൾ ഒരാൾ പറയാ അമ്മ മരിച്ചു പോയതാണ്. അമ്മ മരിച്ചു പോയതൊന്നുമല്ല. മുടിയമ്പുത്രന്റെ അമ്മ നേരത്തെ മരിച്ചു പോയതല്ല. പിന്നെന്താണ്
നമ്മുടെ കർത്താവ് പറഞ്ഞ ആ ഉപമയിൽ ഈ മുടിയമ്പുത്തന്റെ പിതാവ് സ്വർഗീയ പിതാവാണ്. സ്വർഗീയ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അപ്പനും അമ്മയും കൂടെ ചേർന്നതാണ്. മരിച്ചുപോയ മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞുദേശി എഴുതിയ ഒരു പാട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. കർത്താവ് ഇതെല്ലാം കൂടെ ചേർന്നതാണ്. ഒരപ്പന്റെ സ്നേഹവും അമ്മയുടെ ആർദ്രതയും ഒരു സഹോദരന്റെ കരുതലും സ്നേഹിതന്റെ സ്നേഹവും എല്ലാം ഒന്നിച്ചു ചേർന്നതാണ് കർത്താവ്. ഹല്ലേലൂയ. അതെ, അങ്ങനെയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട വീട്ടിൽ നിന്ന് ഒരുത്തന് പുറപ്പെട്ടു പോകണം തോന്നി. നാട്ടിലൊരു പറച്ചിലുണ്ട്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് തോന്നി ആരാണ്ട് തന്നെ വിളിക്കുന്നെന്ന്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ആരാണ്ട് എന്നെ വിളിച്ചെന്നൊരു തോന്നി. ഇറങ്ങിയേച്ച് വന്നപ്പോൾ ആരും വിളിച്ചിട്ടുമില്ല. തിരിച്ചു വന്നപ്പോൾ ഊണുമില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു വീട്ടിൽ നല്ലൊരു പിതാവിന്റെ കൂട്ടായ്മയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തനൊരു കാലക്കേട് തോന്നി. ഇതിനേക്കാൾ സുഖമുണ്ടെന്ന്, സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലെന്ന്. അങ്ങനെ ഇറങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉപമയായി സംസാരിച്ചിരിക്കുക. അവൻ പോയ ദിവസം മുതൽ കൂട്ടുകാർ ഇവന്റെ കൂടെ അങ്ങ് കൂടി. ഒരു ചിന്തകൻ പറയുന്നത്, ഈ പണ്ട് കാലത്ത് ഇന്ന് ധനം കൈകാര്യം ചെയ്യുന്ന പോലെ അല്ലല്ലോ, അന്ന് ഷേക്കലായിട്ടോ അല്ലെങ്കിൽ മെറ്റീരിയലായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഒരു ബണ്ടിലാക്കിക്കൊണ്ടൊക്കെയാണ് ഒരു മനുഷ്യൻ വീതം വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ അങ്ങനെയാണ് പോകുന്നത്. ഇന്നാണ് എത്ര കോടി രൂപ ഒരുത്തന്റെ കയ്യിലിരുന്നാലും ആർക്കത് കണ്ടുപിടിക്കാനൊക്കില്ല. ഒരു റെക്കോർഡ് മാത്രമായിരിക്കും. മറ്റത് അങ്ങനല്ല, ഒരു സാധനം വസ്തുവായിട്ട് തന്നെയാണ് അവൻ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവൻ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ കണ്ടവർക്കെല്ലാം മനസ്സിലായി ഷെയറുമായിട്ട് പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സ്നേഹിതന്മാരങ്ങ് വർദ്ധിച്ചു. ഈ അടൂര് ഭാഗത്തെങ്ങാണ്ട് ഒരു പാവപ്പെട്ട ചായക്കടക്കാരന് ഒരു ലോട്ടറി അടിച്ച കാര്യം ഒരിക്കൽ പത്രത്തിൽ വായിച്ചത് ഓർക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഒരു തുക ഇയാൾക്ക് കിട്ടി. പിറ്റേ ദിവസം മുതൽ ധാരാളം ആളുകൾ ചായക്കടയിലോട്ട് വരിക. വരുന്നവർ ചോദിക്കുന്നത്, എന്നെ അറിയാമോ എന്ന്. അറിയത്തില്ല. അത്രയ്ക്ക് വലിയ ബന്ധമാണ് നമ്മൾ തമ്മിൽ, സ്വന്തമാണ്. കയ്യിലെ കാശ് തീർന്നപ്പോ ഒരുത്തൻ എവിടെയെങ്കിലും. ഈ ലോകത്തിലെ സ്നേഹവും ബന്ധവും ഒക്കെ ഒന്നുകിൽ നിന്റെ ധനത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ നിന്റെ സൗന്ദര്യത്തിന്റെ പേരിൽ, ഭൗതികമായ ഏതെങ്കിലും ഒന്നിന്റെ പേരിൽ നിന്റെ ചുറ്റും പൂവിന് ചുറ്റും വണ്ടു പറക്കുന്നത് പോലെ സ്നേഹിതർ വരുമ്പോൾ നീ വിചാരിക്കും ഇത് വസ്തുതയായിരിക്കുമെന്ന്. എന്നാൽ അവരെ ആകർഷിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകം നിന്നില്ലാതെ വരുമ്പോൾ പാട്ടുകാരൻ പാടിയ പോലെ കണ്ടും കാണാതെയും അവർ പോകും. ഐസലോ, ദൈവത്തിന് സ്തോത്രം. യോബിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായി കഴിഞ്ഞപ്പോൾ ഭാര്യ പോലും അവളുടെ സ്നേഹം പിൻവലിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവനെ യഥാസ്ഥാനപ്പെടുത്തിയത് അവന്റെ ദൈവം മാത്രമായി. ഹല്ലേലൂയ. എല്ലാവരും ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് മടങ്ങി വരാം. ഇവൻ കടന്നുപോയ സമയത്ത് ധാരാളം കൂട്ടുകാർ അവന്റെ കൂടെ കൂടി. സ്വപ്നലോകത്തിൽ എന്ന പോലെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. ഈ ഒത്തിരി പണമൊക്കെ ഉള്ള ആളുകൾക്കറിയാം, അവർ ഭക്ഷണം കഴിക്കുന്നത് വെറൈറ്റിക്ക് വേണ്ടിയാണ്. ഇന്നലെ കഴിച്ച ആഹാരം ഇന്ന് വേണ്ട, ഇന്നലെ കയറിയ ഹോട്ടലിൽ ഇന്ന് കയറണ്ട. അതേസമയം കയ്യിലെ കാലൊക്കെ തീർന്നു കഴിയുമ്പോൾ വയറ്റിലോട്ട് എന്തെങ്കിലും ഒന്ന് പിടിച്ചിട്ടാൽ മതി എന്നുള്ളത്. ഞാൻ ആ കഥ ചുരുക്കി പറയട്ടെ. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അവന്റെ കയ്യിലുള്ളതെല്ലാം ചെലവായെന്നാണ്. ഈ ലോകത്തിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെത്ര അധികമായിരുന്നാലും എന്തായിരുന്നാലും അത് ചെലവായി പോകുന്നതാണ്. തീരാത്തതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. ആരോഗ്യം, ബുദ്ധി എല്ലാം അവസാനിക്കുന്നതാണ്. എല്ലാം ചെലവായാറേ. നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കണം. പിന്നെ കുറച്ചുകൂടി താഴോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവനിൽ നിന്ന് നന്മകൾ ഉപകാരങ്ങൾ കൈപ്പറ്റിയ ആളുകൾ അവരെല്ലാവരും അകന്നുപോയി. ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചൊരു കവിത ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല.
നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒന്ന് കുറിച്ചിട്ടേക്കണം. ഈശലോ അവന് വിശപ്പ് അടക്കാൻ വേണ്ടി പലരെയും ചെന്ന് സമീപിച്ചു. ബട്ട് നൺ ഗേവ് ഹിം. ആരും അവന് കൊടുത്തില്ല. ഈ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നതായ ടെക്നിക്കൽ ആയിട്ടുള്ള പദപ്രയോഗങ്ങൾ നിങ്ങൾ വെറുതെ വായിച്ചു വിടരുത്. ഇതെങ്ങോ ഒരു കോണിൽ പലസ്തീനിലോ എവിടെങ്കിലും നടന്ന ഒരു ഒറ്റപ്പെട്ട കഥയല്ല. മുടിയംപുത്രന്റെ കഥയെന്ന് പറയുന്നത് യൂണിവേഴ്സൽ സ്റ്റോറിയാണ്. അത് ലോകത്തുള്ള ഏത് മനുഷ്യന്റെയും കഥയാണ്. മുടിയംപുത്രന്റെ കഥയിലെ ആ പുത്രൻ ഞാനും നിങ്ങളുമാണ്. അത് മറ്റാരുമല്ല. പ്രൈസ് ദി ലോർഡ്. ആടി പാടി സ്വപ്നലോകത്തിൽ എന്നതുപോലെ ജീവിച്ചതായി ചെറുപ്പക്കാരൻ ഒടുവിൽ ആരും അവന് കൊടുക്കാതെ, ആരും തിരിഞ്ഞു നോക്കാതെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനായി തീർന്നു. എന്നിട്ട് നടക്കാൻ പോലും പ്രാപ്തിയില്ല. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് അവനിങ്ങനെ വേച്ച് വേച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരല്പം പിക്ചറസ്കായിട്ട് പറയുകയാണെങ്കിൽ ഞാനതിങ്ങനെ പറയും. അവൻ്റെ മനസ്സിൽ ഒരു യഹൂദൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്കറിയാം, ഒരു പന്നി വളർത്തൽ കേന്ദ്രത്തിൽ ഒരിക്കലും കാലെടുത്ത് കുത്തുവാൻ അവൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമല്ല. എന്നാൽ വിശപ്പോർത്തപ്പോൾ മാനാപമാനങ്ങളെല്ലാം മാറ്റിവെച്ച് അവൻ അവിടേക്ക് കയറി ചെന്നു. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ യജമാനൻ പറഞ്ഞു കാണും, ഇവിടെ ഒരു ചെറിയ വേക്കൻസി ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ആട്ടെ. ഒത്തിരി ദിവസത്തെ വിശപ്പായതുകൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും അധികം നോക്കാതെ തവിടും പയറും കൂടെ കൂട്ടിക്കുഴച്ച് പരുക്കനായിട്ടുണ്ടാക്കി വച്ചിരിക്കുന്ന കുറെ ആഹാര സാധനങ്ങൾ കണ്ടു. 5 ഉരുള അങ്ങ് അകത്താക്കി. കൂട്ടുവേലക്കാരിത് കണ്ടു. അവർ എന്ന യജമാനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാഷയിലാക്കി പറയുകയാണ്, യജമാനെ ഒരു കാര്യം കേൾക്കണം. നമ്മളൊരാളിനെ പുത്തനായിട്ട് ഇവിടെ ജോലിക്ക് എടുത്തില്ലേ, അയാളെ പിരിച്ചു വിടുന്നതായിരിക്കും നല്ലത്. എന്തായിരിക്കും? അല്ലേ പന്നിയെല്ലാം പട്ടിണിയായിട്ട്. അയ്യോ അതെന്താ? പന്നിയുടെ ആഹാരമെല്ലാം അയാൾ തിന്നു തീർക്കുക. അയ്യോ ആ മനുഷ്യൻ എന്തൊരു കഠിനഹൃദയനാന്ന് ഞാൻ ഓർക്കുകയാണ്. അയാൾ കേട്ട ഭാഗ്യം. അതിനെക്കുറിച്ചൊരു അന്വേഷണം പോലും നടത്താതെ പിരിച്ചുവിട്ടു. പന്നിക്കൂട്ടിൽ നിന്ന് നിന്നെ പിരിച്ചുവിട്ടെങ്കിൽ, അവിടുത്തെ വാതിൽ നിന്റെ മുമ്പിൽ അടഞ്ഞെങ്കിൽ, ഇനി വേറൊരു വാതിൽ നിനക്കായി ഈ ലോകത്തിൽ തുറക്കുകയില്ല. ദ ലാസ്റ്റ് ഡോർ, ഒടുവിലത്തെ വാതിൽ അടയുന്ന ശബ്ദമാണ് നീ കേട്ടത്. അത് കഴിഞ്ഞപ്പോഴാണ് വേച്ച് 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 ഏതോ മരത്തിന്റെ ചോട്ടിപ്പോയിരുന്നു. ഞാൻ ആ കാഴ്ച എൻ്റെ മനസ്സുകൊണ്ട് കാണുകയാണ്. ഒരു മരത്തേലോട്ട് ചാരി ഇരിക്കുകയാണ്. എന്നിട്ട് അവൻ ചിന്തിക്കാൻ തുടങ്ങി. ഒത്തിരി നാളായി ചിന്തിക്കാതെ പോയ ചില കാര്യങ്ങൾ അവൻ്റെ മനസ്സിൽ കൂടെ കയറി വന്നു. ഒന്നാമത്, ഞാൻ ആരാണ്? ഞാൻ അങ്ങ് ദൂരെ ഒരു പ്രഭുവിന്റെ ഇളയ മകനാണ്. എന്റെ അപ്പനാര്? സമ്പന്നനായ ഒരു മനുഷ്യൻ, നല്ലൊരു പിതാവ്. വളരെ ദിവസങ്ങളായി മറന്നു കിടന്ന ഭൂതകാല വസ്തുതകൾ അവന്റെ ഹൃദയത്തിലേക്ക് തെളിഞ്ഞു വന്നു. അപ്പന്റെ മുഖം അവന്റെ ഓർമ്മയിൽ വന്നു. അവൻ ഇറങ്ങിപ്പോകുമ്പോൾ അപ്പൻ അവനെ കണ്ണു മറയുവോളം നോക്കി നിന്ന ചിത്രം അവന്റെ മനസ്സിൽ വന്നു. ചുരുക്കി പറഞ്ഞാൽ ആ അപ്പന്റെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞതോടുകൂടി അവനൊരു തീരുമാനത്തിലെത്തി, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പന്റെ അടുക്ക പോകുമെന്ന്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. കൺവെൻഷനിലൊക്കെ വന്ന് ദൈവവചനമൊക്കെ കേട്ട് കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പന്റെ അടുക്ക പോകും. അടുത്ത ആണ്ടിലായിക്കോട്ടെ, അടുത്ത കൺവെൻഷൻ ആയിക്കോട്ടെ, അപ്പന്റെ അടുക്ക പോകും. ഒരു നല്ല ദിവസം വെച്ച് പോകുന്നതായിരിക്കും നല്ലത്. മുടിയംപുത്ര, നീ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചാൽ നടക്കില്ല. കാരണം നിന്റെ ഓരോ നിമിഷവും ഡിസൈസീവാണ്, നിർണായകമാണ്. ഇപ്പോൾ ഈ നിമിഷത്തിൽ തന്നെ നീ സ്റ്റാർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നിനക്കിനി ഒരു അവസരം ലഭിക്കയില്ല. അവൻ ബുദ്ധിമാനും കൂടി ആയിരുന്നത് കൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? എന്റെ വേദവസ്തുത എഴുതിയിരിക്കുന്നത്, അവൻ എഴുന്നേറ്റ് യാത്രയായി.
ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ജീവിതമേ. ഒരിക്കൽ ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട്. സഹോദരിമാരെന്ന് പ്രത്യേകം കേൾക്കുന്നത് നല്ലതാണ്. ഒരു വിദഗ്ധനായ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ, ഒരു TB സ്പെഷ്യലിസ്റ്റ് ആയിരിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർക്ക് ഒരു സഹോദരി, ആ സഹോദരി ഒരു അക്യൂട്ട് TB പേഷ്യൻ്റാണ്. ഭയങ്കര രോഗിയാണ്, TB-യാണ്. ഒരു ദിവസം ഈ സഹോദരൻ ഈ സഹോദരിയെ യാത്രയിൽ എവിടെ വെച്ചോ കണ്ടു, തിരുനാളുടെ കൂടി കണ്ടതാണ്. സഹോദരൻ അങ്ങ് സങ്കടം വന്നുപോയി. എൻ്റെ സഹോദരി ചോദിച്ചു വന്നപ്പോൾ ഭയങ്കര ക്ഷയരോഗം. നീ എൻ്റെ ക്ലിനിക്കിൽ വന്ന് എൻ്റെ കൂടെ ഒന്ന് താമസിക്ക്, ഞാൻ ട്രീറ്റ് ചെയ്ത് ഞാൻ വേഗത്തിനിത് മാറ്റിത്തരാം, നല്ല ഔഷധങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നീ വന്ന് എൻ്റെ കൂടെ താമസിക്ക്, ഈ TB ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. അപ്പൊ സഹോദരി സഹോദരനോട് പറഞ്ഞ മറുപടി കേൾക്കണം. എൻ്റെ സഹോദര, എനിക്കും അത് ആഗ്രഹമുണ്ട്, എന്നാൽ ശരീരമൊക്കെ ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് വരാമെന്നാണ് എൻ്റെ ആഗ്രഹം. അന്നേരം ആങ്ങളെ പെങ്ങളോട് പറഞ്ഞു, നന്നായിട്ട് വരാനല്ല, നന്നാകാൻ വരാനാണ് ഞാൻ നിന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഇന്ന് ഒത്തിരി പേർ നന്നായിട്ട് ദൈവത്തിങ്കിലേക്ക് പോകാനൊക്കെ ഇരിക്കുന്നു. നന്നായിട്ട് ദൈവത്തിങ്കിലേക്ക് നീ പോകേണ്ട കാര്യമില്ല, നിന്നെ നന്നാക്കിയെടുക്കാനായിട്ടാണ് ദൈവം വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആസ് ഇറ്റ് ഈസ്, ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന ഒരുത്തന് മാത്രമേ അനുഗ്രഹം ഉണ്ടാകൂ. അവൻ വിചാരിക്കാന്നിരിക്കട്ടെ, അല്ലേ ഒരു ജോടി ഉടുപ്പുമൊക്കെ എവിടുന്നേലും മേടിച്ച്, നല്ല വാൻസൊക്കെ തയ്പ്പിച്ച്, ഒരു ജോടി നല്ല ചെരുപ്പുമൊക്കെ ഇട്ട് ഒന്ന് നല്ല ഒരു രൂപത്തിലൊക്കെ ആയി കഴിയുമ്പോൾ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ഫോമിൽ തന്നെ അപ്പൻ്റെ വീട്ടിലോട്ടൊന്ന് ചെല്ലുന്നതായിരിക്കും നല്ലത്. എൻ്റെ സുഹൃത്തെ, അത് നടക്കാൻ പോകുന്നില്ല. ആസ് യു ആർ, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ ചെല്ലുന്നതാണ് നിനക്ക് നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചുരുക്കി പറയട്ടെ, അവൻ പോയി. നിങ്ങൾ ആരെങ്കിലും വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടോ? ഇവൻ അപ്പൻ്റെ വീട്ടിൽ ചെന്ന് അപ്പൻ്റെ കടപ്പുമുറിയുടെ വാതിക്കൽ മുട്ടിയെന്നും അങ്ങനെ അപ്പനെ ഉണർത്തി എഴുന്നേപ്പിച്ചെന്നും ഒക്കെ വേദപുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. എൻ്റെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പൻ ദൂരത്തു നിന്ന് തന്നെ അവനെ കണ്ടെന്നാണ്. എനിക്ക് ദൈവത്തെ കാണുവാനുള്ള ആഗ്രഹത്തെക്കാൾ അധികമാണ് ദൈവത്തിന് എന്നെ കാണുവാനുള്ള താല്പര്യം. ഞാൻ അല്പം തിയോളജി പഠിച്ചതുകൊണ്ട് തിയോളജിക്കലായിട്ട് ചില വാക്കുകൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ദൂരത്തു നിന്ന് കണ്ട് മനസ്സലിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ മൈലിന്റെ കണക്കൊന്നുമല്ലത്. പ്രൈസ് ദി ലോർഡ്. അങ്ങ് സ്വർഗത്തിൽ വെച്ച് തന്നെ എന്നാണ് അതിന്റെ അർത്ഥം. ദൂരത്തു നിന്ന് തന്നെ മനസ്സലിഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മകൻ പോയ ദിവസം മുതൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ കഴിയുന്ന ഒരു പിതാവാണ്. അതുകൊണ്ട് അപ്പൻ ദൂരത്തു നിന്ന് തന്നെ അവനെ തിരിച്ചറിഞ്ഞത്. ഞാൻ അതിന്റെ സമാപന ഭാഗത്തേക്ക് വേഗം വരട്ടെ. ദൈവത്തിന് സ്തോത്രം. പിന്നെ നമ്മൾ എന്താ വായിക്കുന്നത്? ഒരു കാര്യം കൂടെ ഒന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. ഇന്ന് അനേകരുടെ ധാരണകളെ തിരുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ. ഇന്ന് പലരും നന്നാകാൻ ആഗ്രഹിക്കുന്ന മാർഗം അടുക്കള വശത്തൂടെ ചെന്ന് വേലക്കാരെ കണ്ടു. അപ്പൻ ഇവിടെ ഉണ്ടോ? അറിയല്ലേ, അപ്പൻ അറിയരുത്. വിശക്കുന്നതിന് വല്ല ഇരിപ്പുണ്ടോ? അതിലൊരുത്തൻ കേട്ടേച്ച് പറഞ്ഞു, നോക്കട്ടെ, ചോറോ കഞ്ഞിയോ വല്ലോ ഇരിപ്പുണ്ടോ നോക്കട്ടെ. ചില കഞ്ഞിവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരുമാതിരി കൊള്ളാവുന്ന ഉടുപ്പ് വല്ലതും കിടപ്പുണ്ടോന്ന്, തീരെ കണ്ടം ചെയ്യാത്ത ചെരുപ്പ് വല്ലതും കിടപ്പുണ്ടോന്ന് നോക്കി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പനായി ഇങ്ങോട്ട് വരുന്നതായിട്ട് കേട്ടു. ഉടനെ കഥകിന്റെ ഇടയിലോട്ട് മറയുക. ഇങ്ങനാ നീ തിരിച്ചു വരുന്നെങ്കിൽ നീ എത്ര നാൾ പോർക്കൂടെ? പ്രൈസ് ദി ലോർഡ്. നീ അപ്പന്റെ വീട്ടിലേക്ക് വരുമ്പോൾ നീ ഇങ്ങനെ വക്രഗതിയിൽ കൂടെ അല്ല വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുന്നു, എനിക്ക് തെറ്റുപറ്റിയാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഈ മുടിയമ്പുത്രൻ അപ്പന്റെ വീട്ടിൽ ചെന്ന് അപ്പനുമായിട്ട് യോജിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മധ്യസ്ഥയിലായിരുന്നു. അറിയാവുന്നവർ പറഞ്ഞാട്ടെ. പിന്നെ ആരുടെ മധ്യസ്ഥയിലായിരുന്നു? ഒരുത്തന്റെ മധ്യസ്ഥയിലല്ല.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ നാറ്റം പിടിച്ചവനെ ആ മാന്യനായ മനുഷ്യൻ ഓടി വന്ന് ഉറുപ്പടങ്ങം കെട്ടിപ്പിടിച്ചു. വൃത്തികെട്ട ഈ മുഖത്ത് ചുംബനമർപ്പിച്ചു. അപ്പാന്ന് പോലും ശരിക്കും വിളിക്കാൻ വയ്യാതെയായി ഇവൻ നിൽക്കുന്നത്. അന്നേരം ആ മകനെ 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 എന്ന് വിളിച്ച് അപ്പൻ ഇവനെ ചുംബിക്കുന്നു. ഞാൻ ഇന്ന് രാത്രിയിലോ സത്യം പറയട്ടെ, അപ്പനെ ആശ്രയിക്കുന്ന മകന്റെയും മകനെ ആശ്രയിക്കുന്ന അപ്പന്റെയും നടുവിൽ ഒരു മധ്യസ്ഥൻ വേണ്ട. അതിന്റെ നടുവിൽ ഒരു മധ്യസ്ഥൻ ഇല്ല. ഒരല്പം എന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ അതിന്റെ നടുവിൽ ഒരു മധ്യസ്ഥൻ ഉണ്ടെങ്കിൽ അവൻ തവള പൊട്ടുന്ന പോലെ പൊട്ടിച്ചത്തുപോകും. കാരണം അത്രയ്ക്ക് ഗാഠമായ ബന്ധമാണിത്. പ്രൈസ് ദി ലോർഡ്. ഒരു മാലാഖയുടെ മധ്യസ്ഥതയിലല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് മനുഷ്യനെ കുറിക്കുന്നതായതുകൊണ്ട് ഒരു മനുഷ്യന്റെ ഇടയിൽ മധ്യസ്ഥനായിട്ട് വരികയുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ ബന്ധം? പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മൂർത്തിയായിരിക്കുന്ന പിതാവ് ഓടി വന്നു. നിങ്ങൾ നോക്കൂ, അവരുടെ സ്പീഡ് തന്നെ നിങ്ങൾ നോക്കൂ. റണ്ണിംഗ് ഫാദറാണ്. ഓടി വരുന്ന പിതാവും നടന്നു ചെല്ലുന്ന മകനുമാണ്. നമുക്ക് ദൈവത്തെ പ്രാപിക്കുവാനുള്ള വാഞ്ചയേക്കാൾ നമ്മളെ ഉൾക്കൊള്ളുവാനുള്ള ദൈവത്തിന്റെ തിടുക്കമാണ് ഏറ്റവും വലുതെന്ന് ഈ കഥയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഞാൻ സമാപിപ്പിക്കട്ടെ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കഥയാണ്. അപ്പനുമായിട്ട് യോജിച്ചു കഴിഞ്ഞപ്പോൾ, ഇവിടെ എൻ്റെ മെസ്സേജ് ഇപ്പൊ ഞാൻ തീർക്കാൻ പോവുകയാണ്. അപ്പനുമായിട്ട് യോജിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ അപ്പനോടൊരു കാര്യം പറഞ്ഞു. അതാ എനിക്ക് ഏറ്റവും വിചിത്രമായിട്ട് തോന്നിയത്. അപ്പോ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനൊരു ചോയ്സ്, അപ്പന്റെ മുമ്പിൽ ഒരു സജഷൻ വെച്ചു. കൂലിക്കാരൻ ഒരുത്തനെ പോലെ എന്നെ ആക്കിയാൽ മതി. ദൈവം തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തവനായത് നമ്മുടെ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ കൂലിക്കാരൻ ഒരുത്തനെ പോലെ എന്നെ ആക്കണേ എന്ന് ഈ മകൻ പറഞ്ഞപ്പോൾ, മോനെ നിന്റെ അപേക്ഷ ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിനക്കയ്യോ കഷ്ടം. നീ കഷ്ടപ്പെട്ട് വേല ചെയ്യുന്ന ദിവസം മാത്രം നിനക്ക് കൂലി കിട്ടും. എന്നാൽ നമ്മളെക്കാൾ വിവേകമുള്ള അപ്പനായിരുന്നു. അപ്പൻ പറഞ്ഞ അല്ല, വൺസ് എ സൺ ഓൾവേസ് എ സൺ. ഒരു മകൻ ഒരിക്കലും അധപ്പതിച്ച് ദാസനായി തീരുകയില്ല. മകൻ അധപ്പതിച്ചാലും മകനായി തന്നെ ഇരിക്കുന്നു. നീ എന്നും എന്റെ മകൻ എന്ന് പറഞ്ഞേച്ച് അപ്പൻ പറഞ്ഞ വാക്കുകൾ ഹൃദയമുള്ളവന്റെ ഹൃദയം ഉരുകുന്നതാണ്. അപ്പൻ വേലക്കാരെ വിളിച്ചു. ഇടാ ഇവിടെ വരാൻ പറഞ്ഞു. വേഗമെന്നാ പറഞ്ഞ. വേഗം മേത്തരമായ അങ്കി, കണ്ടം വെച്ച ഉടുപ്പല്ല. എന്റെ ഒരു പഴയ കോട്ട അവിടെ കിടപ്പുണ്ടാ എന്നല്ല, മേത്തരമായ അങ്കി. പിന്നെ ബാക്കി അറിയാവുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു. കൈക്ക് മോതിരം, കാലിന് ചെരുപ്പ്. പിന്നെ നമ്മുടെ ആളുകളുണ്ട്, എന്നാ കേട്ടാലും അതിൽ ആ കിശുമത്ത് പിടിച്ചത് മാത്രം തപ്പിയെടുത്ത് മോതിരം ഇട്ടെന്ന്. അതുകൊണ്ട് ബന്ധുക്കോസുകാരൻ മോതിരം ഇടുന്ന കാര്യത്തിന് ഇപ്പൊ ഈ ഇത് ന്യായം കണ്ടു വെച്ചിരിക്കുക. അപ്പൻ മോന്റെ കയ്യെ മോതിരം ഇട്ടു. അതൊക്കെ യഹൂദ പശ്ചാത്തലത്തിൽ, അതേ ഫ്രം ദ നോൺ ടു ദി അൺനോൺ എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഒരു ഉപമ പറയുമ്പോൾ ആ ഉപമയിലെ എല്ലാ ഘടകങ്ങളും ആ ഉപമാനത്തിനകത്ത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ആ വിഷയത്തിനകത്ത് വരണമെന്നില്ല. അല്ലെങ്കിൽ പിന്നെ ആടെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആടിന്റെ ലക്ഷണങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കണം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നല്ല ഉടുപ്പ്, നല്ല ചെരുപ്പ്, പ്രൈസ് ദി ലോർഡ്, നല്ല ആഹാരം. നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം. മോനെ വന്നിരിക്കുകയാണല്ലോ, എവിടെങ്കിലും 4 കിലോ ഇറച്ചി മേടിച്ച് ഒരു ചപ്പാടൊക്കെ ഒരുക്കണമെന്നല്ല അപ്പം പറഞ്ഞത്. പിന്നെയോ എ ഫാറ്റ്ലിംഗ്, ഊനമില്ലാത്ത തടിച്ചു കൊഴുത്തിയ ഒരു മൃഗത്തെ മൊത്തത്തിൽ ഇവന്റെ വരവ് പ്രമാണിച്ച് അതേ അതിനുവേണ്ടി ഒരുക്കുകയാണ്. ചില ചിന്തകന്മാർ പറയുന്നത് ഈ പാപി തിരിച്ചു വരുന്നതിനോടുള്ള ബന്ധത്തിൽ ദൈവം ഈ ഊനമില്ലാത്ത മൃഗത്തെ അതേ ഒരുക്കിയത് കാൽവറിയിലാണ്. ഹല്ലേലൂയ. ആ സന്തോഷം പൂർണ്ണമാകുന്നതിന് വേണ്ടി ഊനമില്ലാത്ത ഒരു മൃഗം കൊല്ലപ്പെട്ടു. അവിടുത്തെ സന്തോഷം പൂർണ്ണമായി.
അത് തന്നെയുമല്ല, ഒരു മ്യൂസിക്കൽ പാർട്ടിയൊക്കെ അവിടെ ഏർപ്പാട് ചെയ്തു. മ്യൂസിക്കൽ പാർട്ടിയൊക്കെ നല്ലതാണെങ്കിലും രക്ഷിക്കപ്പെട്ടേച്ച് വേണം മ്യൂസിക്കൽ പാർട്ടി നടത്താൻ. ചിലർ മ്യൂസിക്കൽ പാർട്ടി നടത്തും, രക്ഷിക്കപ്പെടുക. മകൻ അപ്പനെ വന്ന് കെട്ടിപ്പിടിച്ചതിന് ശേഷം വേണം മ്യൂസിക് നടത്താൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാം അതിന്റെ ഓർഡറിൽ വരുന്നതായിരിക്കും നല്ലത്. ഞാൻ ഒടുവിലായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെ സന്തോഷിച്ച് തുടങ്ങിയെന്നാണ്. ഇറ്റ്സ് ഓൺലി എ ബിഗിനിങ്, തുടക്കമായത്. അങ്ങനെ ആനന്ദിച്ച് സന്തോഷമായിരിക്കുമ്പോൾ മോൻ വയലിൽ നിന്ന് വരുന്നു. വയലെന്തിനെ കാണിക്കുന്നു? കർമ്മമാർഗമാണ്. കർമ്മമാർഗക്കാരൻ അവിടുന്ന് വരിക, മൂത്തവൻ. അവൻ അന്വേഷിച്ചു, എന്താ പതിവില്ലാത്ത ഒരു പാട്ടും സന്നാഹവും ഒക്കെ കേൾക്കുന്നത്. അപ്പൊ ആരാണ്ട് പറഞ്ഞു, നിന്റെ ഇളയ സഹോദരൻ എല്ലാം കളഞ്ഞേച്ച് വന്നിട്ടുണ്ട്, അവനെ അപ്പൻ സ്വീകരിക്കുന്നതിന്റെ ബഹളമാണ്, അതിന് മ്യൂസിക്കൽ പാർട്ടിയൊക്കെ ഏർപ്പാട് ചെയ്താന്നു. അവന്റെ മോഹം കടന്നൽ കുത്തിയതുപോലെയായി. അവന് പറഞ്ഞ കേൾക്കണം. അവൻ പറഞ്ഞ കാര്യവും സത്യമാണ്. ഞാൻ എത്ര കാലമായി അപ്പനെ സേവിക്കുന്നു. ഇവൻ വീട്ടിലുണ്ടെങ്കിലും ഇവന് അപ്പനെ സ്നേഹിക്കുന്നവനല്ല, ഇവൻ അപ്പനെ സേവിക്കുക. അതേസമയം ഇളയ മകനൊരു സാക്ഷി പറയാൻ അവസരം കൊടുത്താൽ അവൻ പറയുന്നത്, ഞാൻ അപ്പനെ സ്നേഹിക്കുന്നു, ഇവൻ അപ്പനെ സേവിക്കുന്നു. എന്നിട്ട് രണ്ടുപേർക്കും സാക്ഷ്യം പറയാനുള്ള അവസരം കൊടുത്താൽ ഈ ഇളയ മകന് പറയാനുള്ളത്, എന്റെ അപ്പൻ എനിക്കെല്ലാം നൽകുന്നവനാണ്. മറ്റവൻ പറയുന്നത്, എന്റെ അപ്പൻ എനിക്ക് ചങ്ങാതിമാരുടെ കൂടെ ഇന്ന് സന്തോഷിക്കാവുന്ന ആട്ടുകുട്ടിയെ പോലും തരാത്ത അപ്പൻ. പിന്നെന്തിനാ ഈ അപ്പൻ്റെ കൂടെ ഈ മകൻ താമസിക്കുന്നത്? അപ്പൻ ഇവൻ ഒന്നും കൊടുക്കാത്ത ഒരപ്പൻ. നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റവൻ ചങ്ങാതിമാരെ ഒന്ന് പരീക്ഷിച്ച് നോക്കി, ഇനി ഇവനെ തല്ലിക്കൊന്നാൽ ഇവൻ ചങ്ങാതിമാരുടെ കൂടെ പോവുകയില്ല. മറ്റവനെ ഇപ്പോഴും ചങ്ങാതിമാരുടെ വീട്ടിൽ അവന്റെ ചിന്ത, ചങ്ങാതിമാരോടുകൂടി ഒന്ന് സന്തോഷിക്കണമെന്നാ ഇപ്പോഴും എന്റെ ആഗ്രഹം. പക്ഷെ അപ്പൻ സമ്മതിക്കുകയാണ്. ഈ രണ്ട് വെറൈറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നും മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്വയനീതിക്കാരായി ദൈവഭവനത്തിലേക്ക് കടക്കുവാൻ മടിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്ന മാനസാന്തരപ്പെടാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാം. കർത്താവ് ഇത് അരുളി ചെയ്തിട്ട് 2000 വർഷത്തിൽ അധികമായി. എന്നാൽ അതിനു മുൻപ് പ്രൈസ് ദി ലോർഡ്, ആദാമ്യകാലം മുതലുള്ള കാര്യമാണ് കർത്താവ് ഈ പറഞ്ഞത്. അന്ന് മുതൽ ഈ മുറിക്കകത്ത് കയറാതെ നിൽക്കുന്ന പാർട്ടികളുണ്ട്. ഇപ്പോഴും അവർ വെളിയിൽ നിൽക്കുക. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും അവനകത്ത് കയറിയിട്ടില്ല. മറ്റവൻ വളരെ ദൂരസ്ഥനായിരുന്നു. അവനിപ്പോൾ പിതാവിനോടുകൂടി അകത്താണ്. ഏറ്റവും ഒടുവിലായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ രണ്ട് പുത്രന്മാർ മാനവജാതി അൾട്ടിമേറ്റ്ലി ആത്യന്തികമായി രണ്ട് ഗണമായി തിരിക്കപ്പെടുവാൻ പോകുകയാണ്. അകത്ത് കിടക്കുവാൻ മനസ്സില്ലാതെ, മാനസാന്തരപ്പെട്ടവരുമായി യോജിച്ചു പോകുവാൻ സന്തോഷമില്ലാതെ, ചിലരെ വീണ്ടെടുത്തതിന്റെ പേരിൽ പിതാവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അങ്ങനെ പുറത്തു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ. വേറൊരു കൂട്ടം ആളുകൾ വളരെ ദൂരെയായിരുന്നു. അനുതാപവാക്യങ്ങളോടുകൂടി അവർ തിരിച്ചു വന്നവരാണ്. അങ്ങനെ മാനവജാതി വലിയ താമസമില്ലാതെ രണ്ട് ഗ്രൂപ്പായി തിരിയുവാൻ പോകുകയാണ്. അന്ന് നിങ്ങളും ഞാനും അതിലേത് ഗണത്തിലായിരിക്കും? നമുക്ക് കണ്ണുകളെ ഒരു നിമിഷം നേരത്തേക്ക് ഒന്ന് അടയ്ക്കാം. ഒരു നിമിഷം നേരത്തേക്ക് നമുക്ക് കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ച് ഒന്ന് ശാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, തങ്ങളുടെ സ്വന്തം നിലയെ ഒന്ന് പരിശോധിക്കുവാൻ. വാതിലുകളെല്ലാം അടഞ്ഞു, സ്നേഹിതരെല്ലാം കൈവിട്ടു, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. ആരോഗ്യം നശിച്ചു, സാമ്പത്തികമായിട്ട് എല്ലാം നഷ്ടമായി, മാനം അപമാനമായി, ആരുമില്ലാത്ത പരദേശത്ത് ഒറ്റപ്പെട്ടതുപോലെ അന്യപ്പെട്ടതുപോലെ ഒരവസ്ഥയായി. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ആ ചെറുപ്പക്കാരൻ ഭാരപ്പെട്ടു. ഇന്ന് രാത്രി ഈ വചനം, നമ്മുടെ കർത്താവിന്റെ ഈ ഉപമ ഇത് കേട്ടതിന്റെ വെളിച്ചത്തിൽ ജീവിതത്തിൽ ആശയറ്റവരായി, വാതിലടഞ്ഞവരായി ഭാരപ്പെടുന്ന ആരെങ്കിലും ഒരു വ്യക്തി ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ സുഹൃത്തെ, ഞാൻ നിന്നോട് പറയട്ടെ, നിന്നെ രക്ഷിപ്പാൻ ഈ ലോകത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും വരികയില്ല. ഈ ലോകത്തിലെ ഒരു കലാപരിപാടി, ഒരു സംഘടനയും നിന്നെ രക്ഷിപ്പാൻ വരികയില്ല. ലോകത്തിൽ ഒരു സംഘടനയ്ക്കും ഒരു പ്രസ്ഥാനത്തിനും നിന്നെ ആവശ്യമില്ല.
കാരണം എല്ലാം നഷ്ടമാക്കിയ ഒരാളിനെ ആർക്കും വേണ്ട. ലോകം യോഗ്യത ഉള്ളവരെ തേടി നടക്കുന്ന ലോകമാണ്. ആരോഗ്യമില്ലാത്ത, സൗന്ദര്യമില്ലാത്ത ഒരാളിനെ സിനിമാക്കാർക്ക് വേണ്ട. അവർക്ക് യൗവനവും ആരോഗ്യമുള്ള ഒരു സ്ത്രീയെയോ പുരുഷനെയോ ആണ് ആവശ്യമുള്ളത്. എല്ലാം നഷ്ടപ്പെട്ട ഒരാളിനെ ലോകത്തിൽ ആർക്കും ആവശ്യമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നീ ഗതിമുട്ടിയ, അളമുട്ടിയ ഒരവസ്ഥയിലാണ് ആയിത്തീർന്നിരിക്കുന്നതെങ്കിൽ ഞാൻ നിന്നോട് പറയട്ടെ, നീ പോയ ദിനം മുതൽ നിന്നെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു പിതാവുണ്ട്. നീ മടങ്ങി വരുവാൻ ആശയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. നിന്നെക്കാൾ വേഗത്തിൽ ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിക്കുവാൻ വാഞ്ചയോടെ ഇരിക്കുന്ന ഒരു പിതാവുണ്ട്. എല്ലാവരും കൈവിട്ടാലും ആ പിതാവ് നിന്നെ കൈവിടുകയില്ല. ആര് വാതിൽ നിന്റെ മുമ്പിൽ അടച്ചാലും ആ പിതാവിന്റെ വാതിൽ നിനക്ക് മുമ്പിൽ അടയുകയില്ല. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഭാരം അനുഭവിച്ച് നിരാശനായി, ദുഃഖിതനായി, അല്ലെങ്കിൽ ദുഃഖിതയായി അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രിയ സഹോദരനോ സഹോദരിയോ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ കർത്താവിന്റെ ഒരു ദാസൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്കൊരു ബുദ്ധിപദേശം നൽകുന്നു. ഇനി ഒട്ടും വൈകരുത്, ഇനി ഒട്ടും താമസിക്കരുത്. ആസ് ഇറ്റ് ഈസ്, ആസ് യു ആർ, ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ എഴുന്നേറ്റ് മുന്നോട്ട് നടക്കൂ. പ്രൈസലോ. എന്റെ പിതാവേ, ഞാനിതാ നിന്റെ അടുക്കലേക്ക് ഓടി വരുന്നു. എന്നെ അംഗീകരിക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തിയവനാണ്. ഇനി ലീഗലായിട്ട് എനിക്കൊന്നും അവകാശം പറയാനില്ല. എന്നാൽ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് നീ മുന്നോട്ട് വരുമോ? നിനക്ക് ഷെയർ തന്നതാണ്, ഒക്കെ ശരിയാണെങ്കിലും നിന്നോട് കണക്ക് പറയാതെ വീണ്ടും നിനക്ക് നൽകുവാൻ കാരുണ്യവാനായ നിന്റെ പിതാവ് കാത്തിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ അതേ കർത്താവിന്റെ ദാസന്മാരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ അനുതാപത്തോടുകൂടി എന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ദൈവവൈതലായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുവാൻ, ഒരു ലക്ഷ്യമുണ്ടാകുവാൻ ഇന്ന് രാത്രി ഞാൻ എന്നെ തന്നെ ദൈവത്തിനായി സമർപ്പിക്കുന്നു എന്ന് ഈ വചന ശുശ്രൂഷയിൽ അങ്ങനെ ഒരു ദർശനം പ്രാപിച്ച ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വലം കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? ആ വ്യക്തി ഇവിടുത്തെ പ്രാർത്ഥനയുടെ സമാപന ഭാഗത്ത് ഇവിടെ മുന്നോട്ട് കടന്നു വരണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം കൈവച്ച് പ്രാർത്ഥിക്കുന്നതാണ്. എനിബഡി, ഞങ്ങൾക്ക് കാണുവാൻ കഴിയുകയില്ല, ഇന്ന് രാത്രി വരെയും കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, നമ്മൾ കേട്ടതുപോലെ അവൻ ദൂരദേശത്ത് അലയുന്നവനാണ്, ദൈവത്തിൽ നിന്ന് ദൂരെ അലയുന്നവനാണ്. നിനക്കുള്ളതെല്ലാം നഷ്ടമാകും, ഉള്ളവരെല്ലാം നിന്നെ കൈവടിയും. നീ ദൈവത്തിലേക്ക് മടങ്ങി വരിക, ദൈവത്തെ ശരണം പ്രാപിക്കുക. എനിബഡി, ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ തലയ്ക്ക് മുകളിൽ അവിടെ കൈയൊന്ന് ഉയർത്തിപ്പിടിക്കൂ. ഞങ്ങൾ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ശുശ്രൂഷ അവസാനിച്ചു കഴിയുമ്പോൾ അത്യന്താപേക്ഷിതമായി പ്രാർത്ഥിക്കുവാൻ അത് താല്പര്യമുള്ള ആളുകൾ വന്നാൽ, അത് രോഗമാകട്ടെ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും ദുഃഖമാകട്ടെ, എന്തെങ്കിലും ആകട്ടെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. അതെ, നിങ്ങളെ അതിനായി ക്ഷണിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒരു വട്ടം കൂടെ പറയുന്നു, നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് വന്നത് ഫലിതം പറയാനല്ല, പ്രൈസ് ദി ലോർഡ്, നമ്മളെ വീണ്ടെടുക്കാനാണ്. ഇറഡീമബിളി ലോസ്റ്റ്, അൾട്ടിമേറ്റ്ലി ലോസ്റ്റ്, അങ്ങേയറ്റം നഷ്ടപ്പെട്ടു പോയവരെ അങ്ങേയറ്റം രക്ഷിപ്പാനാണ് ദൈവത്തിന്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത്.